മറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം സർദീസ് സഭയെക്കുറിച്ച് ചില ചിന്തകൾ നമ്മളോട് ഷെയർ ചെയ്യായിരുന്നു. അതിനകത്ത് നമ്മൾ പറഞ്ഞു ഒരു ചേഞ്ച് റിഫർമേഷൻ വന്ന സമയത്ത് ഉടലെടുത്ത സഭയാണത്. 1500 തൊട്ട് 1700 കാലയളവിലുള്ള സഭയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എന്നാൽ അവിടെ പല ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ വന്ന് അതിനേക്കാൾ ഉപരിയായിട്ട് വിശ്വാസമൊക്കെ ഉപരിയായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും അവർ പ്രവൃത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി കണ്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ഈ സഭയും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഉണ്ടാവും. കാരണം ചിലരൊക്കെ കൈവിട്ടു പോകുന്നവർ ഉള്ളതുകൊണ്ടാണ് ആ സമയത്ത് അതുണ്ടാകുന്നത്. 3-4 വാക്യത്തിൽ ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിലുണ്ട് എന്ന് നമ്മൾ അതിനകത്ത് അതിനെക്കുറിച്ച് പറയാതെ നമ്മൾ അത് എൻഡ് ചെയ്തതാണ്. അതിനാൽ അതും കൂടി ചുരുക്കമായി ചില കാര്യങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അവർ യോഗ്യരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും, ജയിക്കുന്നവന് വെള്ള ഉടുപ്പ് ധരിക്കും, അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അവൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ അവൻ്റെ പേർ ഏറ്റുപറയും. വെളിപ്പാട് പുസ്തകം 3-5 വാക്യമാണ് വായിച്ചത്. സർദീസിലെ സഭയിലെ മലിനമാകാത്ത ഉടുപ്പ്, ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. മലിനമാകാത്ത ഉടുപ്പ് ശരിക്കും മണവാട്ടിയെ ചേർക്കാൻ വരുമ്പോൾ മണവാട്ടിയുടെ വസ്ത്രം ഏറ്റവും വെള്ളയും മനോഹരമായിരിക്കണം എന്ന് മണവാളൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം, കല്യാണ വസ്ത്രം അഴുക്ക് പിടിച്ച് മലിനമായതാൽ കല്യാണം നടക്കുമ്പോഴേ ആ കല്യാണ വസ്ത്രം അങ്ങനെ ആയാൽ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് ഇവിടെ നമ്മുടെ നീതി പ്രവർത്തികൾ എല്ലാം തന്നെ വെള്ള ഉടുപ്പ് പോലെ വൈറ്റ് ലിനൻ ആയിട്ടാണ് കാണപ്പെടുന്നതെന്ന് റെവലേഷൻസ് 19 അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഈ വെള്ള വസ്ത്രത്തെക്കുറിച്ച് ബൈബിളിൽ പല ഭാഗങ്ങളിൽ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറയുന്നില്ല. വെളിപ്പാട് 7:14 വെള്ള അങ്കി അലക്കി വെളുപ്പിച്ച് മഹാകഷ്ടത്തിലൂടെ കടന്നു വന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളതൊക്കെ ഇനിയും വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകൾ വരുമ്പോഴേ നമ്മളത് വീണ്ടും പറയുന്നതാണ്. വിവാഹ വസ്ത്രം, വെള്ള വസ്ത്രം, ദൈവത്തിൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തത് എന്ന് ദാനിയേലിൻ്റെ പുസ്തകം 7 അധ്യായത്തിലുണ്ട്. 24 മൂപ്പന്മാർ ധരിച്ചിരുന്നത് വെള്ള ഉടുപ്പ് ധരിച്ച് സിംഹാസനത്തിൽ ഇരിക്കുന്നതായി വെളിപ്പാട് 4:4 കാണുന്നുണ്ട്. ഒരു മഹാപുരുഷാരം മുഴുവൻ വെള്ള നിലയങ്കി ധരിച്ച് കൊണ്ട് നിൽക്കുന്നതായി വെളിപ്പാട് പുസ്തകം 7:9 രക്തസാക്ഷികളായവർക്ക് വെള്ളയങ്കി ധരിച്ചായിട്ട് 6:1 പറയുന്നു. യേശുവിൻ്റെ രൂപാന്തരത്തിൻ്റെ സമയത്ത് വെള്ളയങ്കി ധരിച്ച് ഉള്ളവരെ വെള്ള വസ്ത്രം വെണ്മയായി തീർന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷവും സുപ്പവസ്ത്രധാരികളെ കല്ലറയ്ക്കൽ കാണുന്നതായിട്ട് കാണുന്നു. ഇങ്ങനെല്ലാം കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ശുഭ്രവും വെള്ള ആയിട്ടുള്ള വസ്ത്രം അത് ജയിക്കുന്നവർക്കുള്ളതാണ്, ജയം പ്രാപിക്കുന്നവർക്കുള്ളതാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവർക്കുള്ളതാണ്. അതുകൊണ്ട് അവർ ജീവപുസ്തകത്തിൽ അവർക്ക് പേര് കാണും എന്ന് നമ്മൾ ഈ തരണത്തിൽ ഓർക്കുക. അത്രേ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ജീവപുസ്തകത്തിൽ പേരില്ലാത്തവർക്ക് വെള്ളവസ്ത്രം ധരിക്കാൻ കിട്ടുകയില്ല എന്നും ഓർക്കുക. അടുത്ത സഭയായ ഫിലദൽഫിയ സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ, ഫിലദൽഫിയ എന്ന് പറയുന്ന സഭ 1700 തൊട്ട് 1900 വരെ ഉള്ള സമയത്തുള്ള സഭയാണ്. ഒരു ആത്മീയ ഉണർവുള്ള സഭയാണ്. ഇതും എവരും കർത്താവിൻ്റെ അന്ത്യവരവിങ്കൽ കാണും. കാരണം അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് 10 വാക്യത്തിൽ, ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ആ ഒരു വേർഡ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഭൂതലത്തിൽ എങ്ങും വരാനുള്ള പരീക്ഷ എന്ന് പറഞ്ഞാൽ ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണത്തിലുള്ള ട്രിബുലേഷൻ പീരീഡാണ്. ആ സമയത്തും ഈ സഭ കടന്നു പോകും എന്നുള്ളതിന് തെളിവാണ് ഈ 10 വാക്യത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഇവർ ഒരു ബ്രദർലി ലവ് ആയിട്ടുള്ളൊരു സഭയാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ കർത്താവ് എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സഭയാണ്. വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്കല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എൻ്റെ വചനം കാത്ത് എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ശക്തി നിനക്ക് കുറവാണെങ്കിലും നീ വചനത്തെ കാത്ത ഒരാളാണ്. വചനത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ഒരു ചർച്ചയായിരുന്നു ഫിലദൽഫിയ സഭ. ഈ സമയത്ത്
റിഫർമേഷൻ, നേരത്തെ പറഞ്ഞു റിഫർമേഷനൊക്കെ വന്നുവെങ്കിലും ടീച്ചിങ്സ് സഭയിൽ ഇല്ലാതിരുന്ന സമയമായിരുന്നു സർദീസിൻ്റെ കാലയളവ്. സർദീസിൻ്റെ കാലയളവിൽ നേരത്തെ പറഞ്ഞു പുരോഹിത വർഗം ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവിടെ വേണ്ട രീതിയിലൊരു ടീച്ചിങ് പലപ്പോഴും ഇല്ലായിരുന്നു എന്ന് കാണാം. സഭയോടുള്ള ബന്ധത്തിൽ, ഉപദേശത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടീച്ചിങ്ങുകൾ കുറവായിരുന്നു. ലോക്കൽ ചർച്ചിനെ ആ സമയങ്ങളിലാരും തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല. എന്നാൽ ഈ സമയം എന്ന് വെച്ചാൽ ഈ ഫിലദൽഫിയ കാലഘട്ടം ആയപ്പോഴത്തേക്ക് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ സഭകളിലെ വേണ്ട രീതിയിൽ ഡോക്ട്രിനലായിട്ട് പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. ആ സമയത്ത് തന്നെ നമുക്കറിയാവുന്നതാണ്, യൂറോപ്പിലൊക്കെ എത്തിസം വന്നു. ചരിത്രം പഠിക്കുന്നവർക്കറിയാം, എത്തിസം വന്നു. അഗ്നോസ്റ്റിസം, എത്തിസം. ഫ്രഞ്ച് റവല്യൂഷൻ 1793 ഫ്രഞ്ച് റവല്യൂഷന് ശേഷം നിരീശ്വരവാദം ലോകത്തിൽ മുഴുവൻ പടർന്നു. പ്രിൻസിപ്പിൾ ഓഫ് തിയോളജി, മനുഷ്യൻ്റെ ഉൽപ്പത്തി, ഭൂമിയുടെ ഉൽപ്പത്തി, ഇതിനെക്കുറിച്ചൊക്കെ ആൾ ധാരാളമായിട്ട് ചിന്തിക്കാനും എഴുതാനും ഒക്കെ തുടങ്ങി. ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് ഒക്കെ ആ സമയത്ത് കടന്നു വന്നതാണ്. അതിനോടൊപ്പം തന്നെ ഒരു ഗ്രൂപ്പ് എത്തിസ്റ്റായിട്ട് തിരിയുകയും ചെയ്ത സമയത്ത് തന്നെ ദൈവസഭയിൽ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു, നവോത്ഥാനം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടതായിട്ട് കാണുന്നു. എന്നുവെച്ചാൽ അവിശ്വസ്തതയും നിരീശ്വരവാദവും ഉള്ള ഒരു ഗ്രൂപ്പ് അവിടെ നിൽക്കുമ്പോൾ തന്നെ സുവിശേഷ സത്യവും സഭാപരമായ സത്യവും മടക്കി കൊണ്ടുവന്ന വേറെ ഗ്രൂപ്പുകളും ആ സമയത്ത് വന്നു. ഈ സമയങ്ങളിലൊക്കെയാണ് റിഫർമേഷൻ ചർച്ചസ്, പുതിയ ന്യൂ ജനറേഷൻ ചർച്ചസും ഒക്കെ വരുന്നത്. വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദൈവം. ആ ഒരു രീതിയിൽ എന്ന് വെച്ചാൽ വാതിൽ തുറന്നിട്ടിരിക്കുന്ന ഒരു ദൈവം, വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ് ആ ദൈവം. എന്ന് വെച്ചാൽ സഹോദര സ്നേഹം, ഫിലദൽഫിയ എന്ന് പറയുന്ന സഹോദര സ്നേഹമാണ്. അതുമായിട്ട് ചേർന്നുള്ള വാതിലുകൾ ഇങ്ങനെ തുറക്കുകയാണ്. നമുക്ക് ഈ കൊരിന്ത്യർ ലേഖനത്തിനകത്തും അപ്പോസ്തല പ്രവൃത്തിയിലും ഒക്കെ വാതിൽ തുറക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അതിൽ പരിശുദ്ധാത്മാവ് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. എന്തിനാണ്? ദൈവത്തിൻ്റെ വചനം ഓരോ ഹൃദയങ്ങളിലേക്കും ചെല്ലുവാനായി. 1730 തൊട്ട് 1800 കാലഘട്ടങ്ങളിൽ ജോൺ വെൽസ്ലിയുടെ നേതൃത്വത്തിൽ യൂറോപ്പിലെല്ലാം തന്നെ ഈ വലിയ സെക്കൻഡ് അവേക്കനിങ് ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. D.L. മൂഡി, സ്പർജൻ, ഇവരൊക്കെ തന്നെ ആ സമയങ്ങളിൽ വന്ന ആൾക്കാരാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വില്യം കേറി, അതുപോലെ ചൈനയിലേക്ക് ഹഡ്സൺ ടൈലർ, ആഫ്രിക്കയിലേക്ക് ഡേവിഡ് ലിവിങ്സ്റ്റൺ, ഇങ്ങനെയൊക്കെ ഉള്ളവരെ സുവിശേഷവുമായി കടന്നുപോയി, മിഷണറീസായി കടന്നുപോയി. എല്ലായിടും വാതിൽ തുറന്ന് വെച്ചിരിക്കുന്നു. ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. എന്നാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ അതേപോലെ തന്നെ മടക്കി കൊണ്ടുവരാനായിട്ട് തുടങ്ങി. കർത്താവുമായി ബന്ധപ്പെട്ട സഭകൾ ധാരാളമായിട്ട് ഉടലെടുത്തു. പ്രത്യേകിച്ച് അറിയാൻ പറ്റുന്ന റിഫോർമേഷൻ ചർച്ചസ് ആയിട്ട് വന്നിരിക്കുന്ന ബ്രദറൻ സഭ, പെന്തക്കോസ്ത് സഭകളൊക്കെ ഈ സമയങ്ങളിൽ രൂപം കൊണ്ട സഭകളാണ്. എന്നാൽ വചനം കാത്ത് നിൽക്കുന്നവർ ധാരാളമായിട്ടുള്ളതുകൊണ്ട് ഞാൻ നിന്നെ കാക്കും എന്ന് 11-ാം വാക്യത്തിൽ പറയുന്നു. 11-ാം വാക്യത്തിൽ സഹിഷ്ണുതയുള്ളവരെ കുറിച്ച് എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂലോകത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും എന്ന് പറഞ്ഞാൽ ഈ സഭയും കൂടി ആ പീഡ സമയങ്ങൾ കൂടി കടന്നു പോകാനുള്ള അതിൻ്റെ ഒരു പാർട്ട് അതിൽ കാണും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ഈ ഒരു സഭയും ആ പീഡനത്തിൽ കൂടി കടന്നു പോകും. എന്നാൽ അവിടെ ദൈവം വലിയൊരു പ്രോമിസ് കൊടുക്കുകയാണ്, ഞാൻ നിന്നെ കാക്കും. കർത്താവിനെ അറിയാതെ ഇരിക്കുന്നവർ, കർത്താവിനെ യഹൂദനല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്നവരെ ഞാൻ വരുത്തും. സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ച് എന്ന് അറിവാനും സംഗതി വരുത്തും. സാത്താൻ്റെ അരിക്കിലേക്ക് പോകുന്ന ആളുകളെ പോലും ദൈവത്തിങ്കിലേക്ക് തിരിച്ച് നടത്തുന്ന ഒരു സമയമായിട്ട് ഈ സമയം തീരുകയാണ്. കാരണം നേരത്തെ പറഞ്ഞു, പുതിയ റിഫോം ചർച്ചസ് ഫോം ചെയ്യുന്നതിനാൽ, അതുമാത്രമല്ല മിഷണറീസ് പല സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്നതിനാൽ സാത്താൻ്റെ പള്ളികളിൽ നിന്ന്
അവരെ തിരിച്ച് പിടിച്ചു കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് ആക്കുന്ന ഒരു സമയം. ശരിക്കും പറഞ്ഞാൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള നല്ലൊരു സമയമായിട്ട്, സഭയുടെ നല്ലൊരു സമയമായിട്ടാണ് ഈ ഫിലദൽഫിയ സഭയുടെ കാലത്തെ ബൈബിൾ പണ്ഡിതന്മാർ വീക്ഷിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു രീതിയിൽ എന്ന് വെച്ചാൽ എവിടെ വീണോ അവിടത്തേക്ക് തിരിച്ചു വന്ന എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഈ സഭയോട് 3 വാഗ്ദത്തങ്ങൾ ദൈവം കൊടുക്കുന്നതായിട്ട് കാണുന്നു. 11-ാം വാക്യത്തിൽ നിന്റെ കിരീടം ആരും എടുപ്പാതിരിക്കാൻ നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. നിനക്ക് ഒരു കിരീടം ദൈവം തരും. രണ്ടാമത് ഇവിടെ പറയുന്ന 12-ാം വാക്യത്തിൽ നീ ദേവാലയത്തിൻ്റെ ഒരു തൂണാകും. മൂന്നാമത് പറയുന്നത് എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും അവൻ്റെ മേൽ എഴുതും. ഇത് ശരിക്കും രൂപാന്തരപ്പെട്ട ശരീരത്തിലെ ദൈവം കൊടുക്കുന്ന, തേജസ്സിൻ്റെ ശരീരത്തിൽ ദൈവം കൊടുക്കുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ്. നമ്മൾ തേജസ്കരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന 7 വ്യത്യാസങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും ചിന്തിക്കും. തേജസ്കരിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന 7 വ്യത്യാസങ്ങളിൽ നമുക്ക് ഇതുപോലെ ഒരു സംഭവമുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ഒരു തൂണാണ്. ആലയത്തിൻ്റെ ഒരു തൂണാണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, തൂണിലാണല്ലോ, പില്ലറിലാണ് ആലയം നിൽക്കുന്നത്. പില്ലർ പോയാൽ ആലയം പോവും. ബേസ്മെൻറ്റിൽ ആണ് പില്ലർ പണിയുന്നത്, പില്ലറിലാണ് ആലയം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ദൈവത്തോട് കൂടെ ആയിരിക്കും, ദൈവത്തോട് കൂടെ വാഴും. അല്ലെങ്കിൽ ദൈവത്തിന് പല അവകാശങ്ങൾ നിങ്ങൾ പ്രാപിച്ച് നിങ്ങൾ വലിയൊരു തൂണായിട്ട് ദൈവം നിങ്ങളെ പല കാര്യങ്ങൾ ഏൽപ്പിക്കും. ഈ പറഞ്ഞ പോലെ 1000 ആണ്ട് വാഴ്ചക്കാലത്തൊക്കെ ജാതികളെ ഭരിക്കാനുള്ള റെസ്പോൺസിബിലിറ്റിയൊക്കെ വിശുദ്ധന്മാർക്കാണ് കൊടുക്കുന്നത്. അന്നേരം 1000 ആണ്ട് വാഴ്ചക്കാലത്ത് ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ഒരു തൂണായിരിക്കും നിങ്ങൾ. അല്ലെങ്കിൽ വേറൊരു കാര്യം, നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമവും നിങ്ങളുടെ നാമവും ഒക്കെ പുതിയ നാമം, യെരൂശലേമിൻ്റെ നാമം നിങ്ങളുടെ നെറ്റിയിൽ എഴുതപ്പെടും. ഇങ്ങനെയുള്ള പ്രോമിസസ് ഈ ജയിക്കുന്ന സഭയ്ക്ക് കൊടുക്കും. ദാറ്റ് മീൻസ് ഇത് കാണിക്കുന്നത് എന്താണ്? കർത്താവിനോടൊപ്പം ഫിലദൽഫിയ സഭയിലുള്ളവരെ നിത്യതയിൽ കാണും എന്നുള്ള വലിയൊരു വാഗ്ദത്തമാണ് കൊടുക്കുന്നത്. കിരീടമുണ്ട്, തൂണാക്കി ദൈവത്തിൻ്റെ നാമം നെറ്റിയിൽ എഴുതി നിങ്ങളെ നിർത്തും എന്നുള്ള വലിയൊരു പ്രോമിസാണ് തരുന്നത്. നോക്കി, ഈ ഒരു പ്രോമിസ് വേറെ സഭകളിലൊന്നും ഇത്രയും കൊടുത്തിട്ടില്ല, ഇത്രയും വലിയൊരു പ്രോമിസ് കൊടുത്തിട്ടില്ല. ഇത് കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോമിസാണ്. അതുകൊണ്ട് പരീക്ഷാകാലത്ത് ആരെങ്കിലും നിങ്ങൾ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടാതെ വന്നാൽ പോലും അവരെല്ലാം പരീക്ഷാകാലത്ത് ഞാൻ നിങ്ങളെ കാൾക്കും എന്ന് പറയുന്നുണ്ട്. അത് വരാതിരിക്കാൻ സാധ്യതയില്ല. എന്നാൽ അങ്ങനെ വരുന്നവരെന്ന് വെച്ചാൽ അത് ഉദ്ദേശിക്കുന്നത് ഈ സഭയും അവിടെ കാണും എന്നുള്ളത്, ആരെങ്കിലുമൊക്കെ കൈവിട്ടു പോയവരവിടെ കാണും എന്നുള്ളത് അതിൽ നിന്ന് ചിന്തിക്കാം. അതുകൊണ്ട് അവരെയും ദൈവം ചേർത്തുകൊള്ളും എന്നുള്ളൊരു ചിന്തയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇങ്ങനെയുള്ളൊരു പ്രത്യാശയ്ക്കായിരിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ഫിലദൽഫിയ സഭയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ പഴയ കാര്യങ്ങൾ, പഴയ ക്യാരി ഫോർവേഡ്സ്, പഴയ പല ഓർത്തഡോക്സ് പ്രിൻസിപ്പിൾ അതെല്ലാം ഒന്ന് കളഞ്ഞ് ദൈവവചനവും ദൈവത്തിൻ്റെ ഡോക്ട്രിൻസ്, കർത്താവ് പഠിപ്പിച്ച ഡോക്ട്രിൻസും ഒക്കെ ആശ്രയിച്ച് ദൈവത്തിൻ്റെ തൂണായിട്ട് ബലത്തോടുകൂടി മറ്റുള്ളവരെ കർത്താവിലേക്ക് നടത്തുന്ന അനുഭവത്തിൽ ജീവിപ്പാനായി ഈ ദിവസങ്ങളെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് വലിയ പ്രത്യാശ തരുന്ന ദൈവമാണ്. ഞങ്ങൾക്ക് വലിയൊരു ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും കർത്താവിൻ്റെ നാമവും ഒക്കെ ഞങ്ങളുടെ പേരിൽ എഴുതുന്നതാണ് ഞങ്ങൾ അറിയുന്നു. നീ ഞങ്ങളെ തൂണാക്കി നിർത്തുന്ന ദൈവമാണ് കർത്താവെ. നീ ഞങ്ങൾക്ക് കിരീടങ്ങളെ തരുന്ന ദൈവമാണ്. പരീക്ഷാകാലത്ത് ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവമാണ്. എന്തൊക്കെ പ്രോമിസാണ് കർത്താവെ. ഞങ്ങൾക്ക് വാതിലുകളെ തുറന്നു തരുന്ന ദൈവമാണ്. ഈ നിൻ്റെ വരവാസന്നമായിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ തുറന്നിരിക്കുന്ന വാതിൽ കൂടി ഞങ്ങൾ പ്രവേശിച്ചതിൻ്റെ വേല ചെയ്യുവാനായിട്ട് ഈ ദിവസം ഞങ്ങളെ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെ, കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ വലിയ അനുഭവത്തിലേക്ക് ആയിട്ടില്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിത്തീരുവാനായിട്ട് ദൈവമേ നിൻ്റെ കരങ്ങളിലേക്ക് അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.
കർത്താവെ ക്ഷീണാവസ്ഥയിൽ, കർത്താവെ വാർദ്ധക്യത്തിൻ്റെ ക്ഷീണങ്ങളിൽ കർത്താവെ ബുദ്ധിമുട്ടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന ചില ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ വാർദ്ധക്യത്തിലും പച്ച പിടിച്ചും പുഷ്ടി പ്രാപിച്ചു ഇരിക്കുമെന്ന് നിൻ്റെ വചനത്തിലുള്ള പ്രോമിസ് ഞങ്ങൾ ഏറ്റെടുത്ത് പറയുന്നു. കർത്താവെ അവർക്ക് വേണ്ട ആരോഗ്യം കൊടുക്കുക. എഴുന്നേറ്റിരിക്കാൻ വയ്യാത്തവർക്ക് എഴുന്നേറ്റിരിപ്പാനായിട്ട് നട്ടലിൻ്റെ ബലം കൊടുക്കുക കർത്താവെ. കർത്താവെ ക്ഷീണാവസ്ഥയുണ്ട്, നട്ടലിലൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവെ. അതുപോലെ കർത്താവെ ചില കുടുംബങ്ങളിലെ കർത്താവെ ഡൈവേഴ്സിൽ ഒക്കെ ആയിരിക്കുന്ന ചില ആളുകളെ കാണുന്നു. മാതാപിതാക്കന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂസിനകത്ത് അവരെ വക്കീൽ നോട്ടീസും ഒക്കെ അയച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ കർത്താവെ കാണിക്കുന്നു. ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു അവർ ഒരുമിച്ചാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡിസ്യൂണിറ്റിയുടെ ആത്മാവിനെ എടുത്തു കളയണം. പൈശാചി ശക്തികളെ ഞങ്ങളെ ബത്സിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ചാകുവാനായിട്ട് ദൈവസ്ഥനിൽ ഒരുമിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവെ കൃപയൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ അറിയുന്ന ഒരു സഭയിലെ അംഗത്വം എടുത്ത് അവർ പോകത്തക്ക രീതിയിൽ കർത്താവെ നീ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വെളിപ്പാടുകൾ ഈ ദിവസങ്ങളിൽ അവരുടെ ജീവിതങ്ങൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നമ്മൾ 6 സഭകളെക്കുറിച്ച് പറഞ്ഞു. ഇനി 7ാമതൊരു സഭയും കൂടെ ഉള്ളൂ. ഈ സഭകൾ അവസാനത്തെ 4 സഭയും ഈ കഷ്ടകാലത്തുകൂടി കടന്നു പോകേണ്ട സഭകളാണ്. അത് ക്ലിയറായിട്ട് നമ്മൾ ബൈബിളിൽ ഈ ഭാഗങ്ങളിൽ നിന്ന് വായിക്കുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ സഭ ഇനി പറയാനുള്ളത് നാളെ നമ്മൾ സംസാരിക്കുന്നതാണ്. എല്ലാവരും ശ്രദ്ധയോട് കേൾക്കുക, ഇത് ഫോളോ ചെയ്യുക, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റ് നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും ആ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞങ്ങളത് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.